ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതാ എനിക്ക് പറയാല്ലേ, സുലുവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. അവർ പിന്നെ ഒരു 5 മക്കളും പിന്നെ ഹസ്ബൻഡും പിന്നെ സുലുവൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിരുന്നിരുന്നു. പിന്നെ പെട്ടെന്നാണ് കേട്ടോ അവരെ വീഡിയോസിലും കാര്യങ്ങളിലൊന്നും അവരെ ഹസ്ബൻഡിനെ കാണുന്നില്ല. അപ്പോൾ ഫാമിലി വീഡിയോസ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പിന്നെ അവർ സബ്സ്ക്രൈബൊക്കെ ചോദിക്കും കേട്ടോ. വീഡിയോ കാണുന്നവരും എന്തായാലും ചോദിക്കും, എന്താ ഹസ്ബൻഡിനെ കാണിക്കില്ലല്ലോ, എന്താ കാരണം, അങ്ങനെ ഞങ്ങൾ തെറ്റി പിരിഞ്ഞോ, അങ്ങനെ ആയോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഓരോരുത്തർ അപ്പോൾ അതെങ്ങനെ ഓരോ ഫാമിലി വീഡിയോസ് ഒക്കെ ഇടണോലുണ്ടല്ലോ, പിന്നെ ആരെങ്കിലും ഒരാളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ അവർ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പിന്നെ അതിന് തക്കതായ മറുപടി എടുക്കാനും കഴിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒരു കുറഞ്ഞൊരു പ്രശ്നം കാര്യങ്ങളുണ്ടായിട്ട് അവർ തെറ്റി നിൽക്കുകയാണെങ്കിലും വീഡിയോസിലൊന്നും വരാതെക്കുമ്പോൾ എന്തായാലും ചോദിക്കും കേട്ടോ. അങ്ങനെ ചോദിച്ച് അവസാനം സുലുവിൻ്റെ വായിൽ നിന്ന് തന്നെ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു. താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്നൊരു കാര്യമൊന്നുമല്ല, അത്രയും ഗതികെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് 2 പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്നൊരു നാടകമാണോ, ആളെവിടെ, ആൾ നാട് വിട്ടോ, ആൾ വേറെ പെണ്ണ് കെട്ടിയോ, ഞാൻ 2006 നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം 2020 ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, എൻ്റേതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 5 മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ് ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഓരോ കുടുംബത്തിലൊക്കെ 5 പേരെയൊക്കെ തലക്കടിച്ച് കൊന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ. തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ കുറുവാ സംഘം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മക്കളെ ആരെങ്കിലുമൊക്കെ എൻ്റെ മക്കളെ എന്നെയൊക്കെ തലക്കടിച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്റ്റ്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ആയിരിക്കും. ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണൊന്നും പറയാതിരുന്നത്. ഒരു കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇത് ഓപ്പണായിട്ട് പറയണം, അതിനുശേഷം നിങ്ങളുടെ അന്തിച്ചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. അതിനുവേണ്ടി എന്നെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റും അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുമുണ്ട്. കണ്ടൻറ്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ടൻറ്റ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു, അതിൻ്റെ റീസൺ എന്താണ്. പിന്നെ അതിൻ്റെ അടുത്തത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ്, ആരാണ് തെറ്റുകാരി, ആരാണ് തെറ്റുകാരൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. ശരിക്കും എനിക്കിതൊരു കണ്ടൻറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 3 വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റ് ഇല്ലേ, അത് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. പക്ഷേ ഞാനത് മാക്സിമം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ റിവീൽ ചെയ്യാതെ ഞാനും എൻ്റെ മക്കളും വീട് മാറി, പറഞ്ഞല്ലോ വീട് മാറുന്നു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പുറത്ത് എന്നെ അങ്ങേയറ്റം ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അതിന് അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കുറേ ആൾക്കാരിട്ടാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ പിന്നെ അതല്ലാതെ അതിൻ്റെ പുറകെ വരുന്ന വേറെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ഇത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, ആരെയും ഒന്നും അറിയിക്കാതെ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ റീച്ചിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി, കണ്ടൻറ്റിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ആരെയും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഞാൻ എൻ്റെ ഫാമിലി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും ഫാമിലിയിൽ നടക്കുന്ന പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. 10-15 കൊല്ലമായിട്ട് എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെയും എൻ്റെ അങ്ങേയറ്റം ഞാൻ ഈ ലൈഫ് ചിന്നിച്ചിതറി പോവാതിരിക്കാനും കൈവിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമായിട്ടുണ്ടാവും, ഹസ്ബൻഡും വൈഫായിട്ട്, ഒന്നും പിന്നെ പറയാതിരിക്കായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഓരോന്ന് കേട്ട് പിന്നെ കാണാത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കൂട്ടോ. അത് നമ്മൾ പിന്നെ വീഡിയോസിൽ കാണുന്നില്ല. പിന്നെ അതേമാതിരിക്ക് തന്നെ ഇങ്ങനെ സുല്ലുണ്ടല്ലോ, എല്ലാവർക്കും സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലേ. പിന്നെ ഒരുപാട് വീഡിയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ 1-2 വീഡിയോ ഞാൻ അങ്ങനെ സുല്ലുവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വയസ്സായ അച്ഛനും അമ്മക്കും വീട് വെച്ചെടുക്കുന്നതും പിന്നെ
കാര്യങ്ങളും എല്ലാം അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോസ് അത് എനിക്ക് പിന്നെ അതിനെ പറ്റി ഞാൻ കുറച്ച് ഒരു വീഡിയോ 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല സഹായം കാര്യങ്ങളാണ് കേട്ടോ അസൂല് ചെയ്യുന്നത്. അതൊക്കെ നല്ലവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു അങ്ങനെ അവർ അത്രയും പിന്നെ ഈ 5 മക്കളെയും കുഞ്ഞു മക്കളെയും വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ സഹായങ്ങളും അതേമാതിരിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കാൻ പോണതും കാര്യങ്ങളും ഒക്കെ എല്ലാം ബോൾഡായിട്ടുള്ളൊരു പിന്നെ ആളാണ് കേട്ടോ അസൂല്. യൂട്യൂബും കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കുന്നതും അതിന് പൈസ പിന്നെ കാശ് സമ്പാദിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതേമാതിരിക്ക് തന്നെ അവരിപ്പോൾ ഹസ്ബൻഡായിട്ട് കുറച്ച് പ്രശ്നം കാര്യങ്ങളായിട്ട് വേറെ വീടൊക്കെ എടുത്തിട്ട് അങ്ങനെ താമസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വേറെയും പിന്നെ അസൂലും മക്കളും വേറെ ആയിട്ട് താമസിക്കുകയാണ്. കാരണം പറയാൻ എന്തോന്ന് വെച്ചാൽ അങ്ങനെ ഓരോ പ്രശ്നമുള്ളതും യൂട്യൂബിൽ പറയാതെ ഇരിക്കും നല്ലത്. അവർ കുത്തി ചോദിച്ച് ഇങ്ങനെ പറയിപ്പിച്ചതാണ് കേട്ടോ, നിവൃത്തി കൊണ്ട് പറഞ്ഞതാണ്. അതേമാതിരിക്ക് തന്നെ പിന്നെ കുഞ്ഞു അതായത് അസൂലുണ്ടല്ലോ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളോ കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും പിന്നെ വീഡിയോയിലും കാര്യങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതേമാതിരിക്ക് തന്നെ അദ്ദേഹം തന്നെ ഒരു പിന്നെ കുറിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഉപകാരം എനിക്ക് എൻ്റെ മക്കൾക്ക് തന്നു. ഈ പ്രായത്ത് ഇതൊക്കെ കളിച്ച് കളഞ്ഞ ആരും അടുത്തൂട്ടി പോയിരിക്കുന്നു. അവരെ ഇറക്കിയിട്ട് വന്നിട്ട് എൻ്റെ മക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ എടുക്കും അമ്മ വേണം പറഞ്ഞു. ഞങ്ങൾ എനിക്ക് പറ്റില്ല വേണ്ടത് പിന്നെ കത്തുകൊണ്ട് സങ്കടപ്പെടണ്ട. കാരണം നമുക്ക് നമ്മളെ കഴിയുന്നത് നമ്മൾ ചെയ്യും. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എനിക്ക് കസ്റ്റമർ ഭക്ഷണം കിട്ടി തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ബുക്ക് വലിയ ഉപകാരം. നല്ല കളറാണ്. ഇത് കുഷിന് തൂക്കാനുള്ള ചെയിനെല്ലാം ഉണ്ടാവും കേട്ടോ. മോനെ പിടിച്ചിട്ട് പിടിക്കേ കുഴപ്പമില്ല. നന്ദിയല്ല ഇതുണ്ടായാൽ മതി കേട്ടോ. നമ്മളിലേക്ക് കാലിൽ വീഴാൻ പാടില്ല. അങ്ങനെ പറയൂ. ഫോട്ടോ കണ്ടു വന്നു കേട്ടോ. ശരി ശരി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു താത്താക്ക് ഊഞ്ഞാല ഫ്രീ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവരും ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താത്താന്റെ കഷ്ടങ്ങളൊക്കെ മനസ്സിലായി സംസാരിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഫ്രീ കൊടുത്തത്. ഊഞ്ഞാലും കാര്യങ്ങളും ഫ്രീ കൊടുത്ത് അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സെൽഹാനോട് സമ്മതത്തോടെ സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും. പാടെ കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വെക്കുന്നത്. വേറെ പ്രത്യേക കാരണം നമ്മൾ 20 സെന്റ് സ്ഥലം സെൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണം. ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിനെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഫുൾ ചെലവ് എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തം ഞാൻ ഒരിക്കലും മാറ്റില്ല. അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നതുകൊണ്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ്. പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒരു കമന്റ് എന്റെ വാട്സാപ്പിൽ സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും GP നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ ആൾക്കാർ അറിയില്ല. അത് അവസ്ഥ. പിന്നെ വരുന്ന വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഒക്കെ പഠിച്ചവരായിരിക്കും. അപ്പൊ എന്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിന്റെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ കടങ്ങളൊന്നുമില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, വീടിന്റെ സെൽഫ് വിട്ടായിരുന്നു എനിക്കറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ ആയിട്ട് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കിട്ടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലേ വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സെലിയ ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ സെലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. ഒരുപാട് ആൾക്ക് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സായി സാറ്, പിന്നെ അത് നമ്മുടെ കൈസ്, അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്ര അംഗീകരിക്കാൻ പറ്റില്ല. അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക, അതിൽ കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇടുക. കാരണം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത
നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം പറച്ചിലൊക്കെ തന്നെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാവം തോന്നില്ലേ, സാധാരണ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ വാർത്ത കേട്ടിട്ട് പിന്നെ പറച്ചിൽ കേട്ടിട്ട് അദ്ദേഹം പിന്നെ ഒരു നിരപരാധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഒരു ചെറിയൊരു പ്രശ്നമായിരിക്കും. അതുപോലത്തെ അങ്ങനെ പിന്നെ പിന്നെ യൂട്യൂബിൽ ഇതിലൊക്കെ ഇട്ടിട്ട് ആകെ പ്രശ്നം കാര്യങ്ങളും പിന്നെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു പ്രശ്നത്തിലെത്തിയതായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് പറയല്ലോ എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കണ്ട് യൂട്യൂബിലൊന്നും കുറേ കുറ്റവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നല്ല തീരെ 5 മക്കൾക്കും വേണ്ടിയിട്ട് ജീവിക്കായിരിക്കും നല്ലതിൽ. അതാണ് പിന്നെ നല്ലത്. കുഞ്ഞു മക്കളാണ് കേട്ടോ അവർ. പിന്നെ ഹസ്ബൻഡും അവളും തന്നെയാണ് എല്ലാ പിന്നെ ഇതെല്ലാം എല്ലാവരും സഹായം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കൂടെ ഉണ്ടാവല്, ഒപ്പത്തിനൊക്കെ കൂടെ ഉണ്ടാവല് കേട്ടോ. പെട്ടെന്നാണ് അദ്ദേഹത്തിന് പിന്നെ ഏത് വീഡിയോസിലും കാണാതായത്. പിന്നെ സൂര്യ എന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു അദ്ദേഹം ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും കാണാൻ അദ്ദേഹം എന്താ ഇല്ലാത്ത, ഹസ്ബൻഡ് എന്താ കൂടെ ഇല്ലാത്ത, തെറ്റി പിരിഞ്ഞോ എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ചോദ്യം കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ സൂര്യ അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും അവരെന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ മക്കളെയും വെച്ചിട്ട് നല്ല രീതിയിൽ ഒത്തൊരുമയായിട്ട് ഹസ്ബൻഡും വൈഫൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ച് പോകുക അല്ലേ. പിന്നെ ഒരു കാര്യം പറയല്ല എന്താണെന്ന് വെച്ചാൽ സൂര്യ ഇതിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ പിന്നെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. പുതിയ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ആ വീടും കാര്യങ്ങളൊന്നും കണ്ടു നോക്കിയേ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്കും ഷെയറും കൂടെ ഒന്ന് ചെയ്യണ്ടേ.